അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സഹാബാക്കളുടെ കൂട്ടത്തിൽ വലിയ പണ്ഡിതനായിരുന്ന സഹാബിയാണ് അദ്ദേഹം. അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ സത്യം പറയുന്ന കാര്യത്തെ മുറുകെ പിടിക്കുക, സത്യസന്ധത നിങ്ങൾ കൈവിട്ട് കളയരുത്. കാരണം സത്യം പറയൽ ഒരാളെ നന്മയിലേക്ക് വിളിക്കുന്ന കാര്യമാണ്. നന്മ മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് സ്വർഗത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ സത്യം പറയലിനെ മുറുകെ പിടിക്കണം. ഒരിക്കലും ഒരു കാരണവശാലും ഒരു സന്ദർഭത്തിലും സത്യത്തെ നിങ്ങൾ കൈവിട്ട് കളയരുത്. കാരണം സത്യം നന്മയിലേക്ക് നയിക്കും, നന്മ സ്വർഗത്തിലേക്ക് നയിക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഒരാൾ അവൻ്റെ ജീവിതത്തിൽ നിർബന്ധപൂർവ്വം സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കും, സത്യം പറയണമെന്ന് അവൻ നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവനെ സത്യസന്ധൻ എന്ന പേരിൽ രേഖപ്പെടുത്തപ്പെടും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം. കളവ് കൊണ്ടെത്തിക്കുന്നത് തിന്മയിലേക്കാണ്, തിന്മയുടെ പോക്ക് നരകത്തിലേക്കാണ്. ഒരു കാരണവശാലും നിങ്ങൾ കളവ് പറയരുത്, നഷ്ടങ്ങൾ വന്നാലും ശരി. ഒരിക്കൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ തമാശയ്ക്ക് പോലും കളവ് പറയരുത്. കളവ് മുനാഫിക്കിൻ്റെ അടയാളമാണ്. ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി കളവ് പറയുന്ന മനുഷ്യർ വലിയ വലിയ വിലയുള്ള ഈമാൻ നഷ്ടപ്പെടുത്തി കളയുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും, അവൻ കളവ് പറയുന്ന കാര്യത്തിൽ ഗൗരവം കാണിക്കുകയില്ല അവൻ്റെ ജീവിതത്തിൽ. പക്ഷേ പടച്ചവന് മുമ്പിൽ അവനെ കള്ളനെന്ന് രേഖപ്പെടുത്തപ്പെടും. പിന്നീട് അവന് കളവിൽ നിന്ന് മോചനം ലഭിക്കുകയില്ല, അവൻ്റെ പാർപ്പിടം നരകമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കളവ് പറയുന്നത് കൊണ്ട് ഹൃദയത്തിൽ അഴുക്ക് വരും, തിന്മകൾ അടിഞ്ഞുകൂടും, പിന്നീട് ശുദ്ധിയാക്കാൻ പറ്റാത്ത തരത്തിൽ അത് കറുത്തു പോകും. അങ്ങനെ പോയാൽ കറുത്ത കൽബിൻ്റെ പാർപ്പിടം നരകമാണ്. വെളുത്ത കൽബുകൾക്കാണ് ഇവിടെ പോകാൻ കഴിയുള്ളൂ, സ്വർഗത്തിൽ പോകാൻ കഴിയുള്ളൂ. മുഅ്മിനായ മനുഷ്യനെ പാപങ്ങളുടെ പേര് അള്ളാഹു നരകത്തിലിടുന്നത് അവനെ കഴുകി ശുദ്ധിയാക്കാനാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കണ്ടിട്ടില്ലേ സ്വർണം അതിന് തിളക്കം വയ്ക്കുന്നതിന് വേണ്ടി അതിനെ തീയിലിടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇതുപോലെ മുഅ്മിനായ മനുഷ്യൻ പാപം ചെയ്താൽ അവനെ നരകത്തിലിട്ട് ശുദ്ധീകരിച്ചതിന് ശേഷം ഹൃദയത്തിൽ ഈമാൻ ബാക്കിയുണ്ടെങ്കിൽ മാത്രം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നരകത്തെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു? അള്ളാഹു അവൻ്റെ കലാമിൽ ചോദിക്കുന്നു, നിങ്ങൾക്ക് നരകത്തീയിൽ ക്ഷമിക്കാൻ സാധിക്കുമോ? സാധ്യമാണോ? നിങ്ങൾക്ക് കഴിവുണ്ടോ? ഒരിക്കലും കഴിവില്ല എന്ന അർത്ഥത്തിലാണ്. മനുഷ്യൻ രണ്ട് കാര്യം നിർബന്ധമായിട്ടും പിടിക്കണം. ഒന്ന്, സത്യം മാത്രമേ പറയുകയുള്ളൂ. രണ്ട്, ഒരിക്കലും കളവ് പറയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയാറില്ല, തമാശയ്ക്ക് പോലും കളവ് പറയാറില്ല. ഒരു വൃദ്ധയായ സ്ത്രീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നു, നബിയെ, അങ്ങയോടൊപ്പം എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, ഉമ്മ, കിഴവികൾ സ്വർഗത്തിൽ പോകാറില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ നിന്നും ആ വൃദ്ധയായ സ്ത്രീ വളരെ ദുഃഖത്തോടുകൂടി എഴുന്നേറ്റ് പോയി. റസൂലുള്ളാഹി തങ്ങളുടെ വാക്കിൽ അവർക്ക് വലിയ ടെൻഷനുണ്ടായി. കാരണം വൃദ്ധകൾ സ്വർഗത്തിൽ പോകാറില്ല. അവർ പോയി നബി തങ്ങളുടെ മജ്ലിസിൽ നിന്ന് മാറി മസ്ജിദ് നബവിക്ക് പുറത്തിറങ്ങിയപ്പോൾ ഒരു സഹാബിയെ വിട്ടിട്ട് ആ വൃദ്ധയായ സ്ത്രീ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവർ വന്നപ്പോൾ പറഞ്ഞു, ഉമ്മ, നിങ്ങൾ സ്വർഗത്തിൽ പോവുകയില്ലെന്നല്ല പറഞ്ഞത്, സ്വർഗത്തിൽ വൃദ്ധകൾ ഉണ്ടായിരിക്കുകയില്ല, എല്ലാവരും യുവതികളായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് തങ്ങളൊരു കാര്യം പറഞ്ഞു, ഞാൻ പ്രവാചകനാണ്, ഞാൻ തമാശയ്ക്ക് പോലും കളവ് പറയില്ല, ഞാൻ പറഞ്ഞത് സത്യമാണ്. കാരണം വൃദ്ധകൾ എവിടെയില്ല, സ്വർഗത്തിൽ. സത്യമാണ്, കളവല്ല. നബിമാർ ഒരിക്കലും കളവ് പറയില്ല എന്ന് റസൂലുള്ളാഹി സഹാബത്തിന് പറഞ്ഞു. എത്ര ഗൗരവത്തോടെയാണ് തങ്ങൾ ആ കാര്യം പറഞ്ഞത്. തമാശ പറഞ്ഞു, പക്ഷെ അതിൽ പോലും എന്തായിരുന്നു? സത്യമായിരുന്നു, കളവായിരുന്നില്ല. കാരണം വൃദ്ധകളോടെ പോവില്ല, സ്വർഗത്തിൽ പോവില്ല. അവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകാത്തതുകൊണ്ട് അവർ വിഷമിച്ചു പോയി. തങ്ങൾ അവരെയും സന്തോഷിപ്പിച്ചു, തങ്ങൾ പറഞ്ഞ കാര്യം കളവല്ല എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അത്ര ഉത്തരവാദിത്വമാണ് സത്യം പറയുന്ന കാര്യത്തിൽ സത്യവിശ്വാസിക്ക് ഉണ്ടാകേണ്ടത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ സ്വന്തം ജീവിതത്തിൽ പഠിപ്പിക്കുകയാണ്. തങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പേരുണ്ടായിരുന്നു. തങ്ങളുടെ പേരെന്താണ്? സത്യസന്ധൻ എന്നായിരുന്നു. നബുവത്തിന് മുമ്പേ തങ്ങളുടെ പേര് സത്യസന്ധൻ എന്നായിരുന്നു. ഒരാളെ കൊണ്ട് ദുന്യാവിൽ തന്നെ സത്യസന്ധൻ എന്ന് ജനങ്ങൾ പറഞ്ഞാൽ 100% ഉറപ്പാണ് അവൻ ആഖിറത്തിലായിരിക്കും, സത്യസന്ധനായിരിക്കും. നമ്മളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അല്പം ശ്രമകരമായ പണിയാണ്. ഒത്തിരി പേരെക്കുറിച്ച് എന്താ പറയാറുണ്ട്? പുള്ളി കള്ളം പറയും കേട്ടോ എന്ന് പറയാറുണ്ട്. അള്ളാഹ് കാക്കുമാറാവട്ടെ. അതിൽ പെട്ടുപോയാൽ നമ്മുടെ കാര്യം അപകടത്തിലാണ്.
അള്ളാഹു സൂക്ഷിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു